ഹോളി അങ്ങ് ഉത്തരേന്ത്യയിൽ ആഘോഷിക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ പലതരം ആചാരങ്ങളോടെ ആഘോഷിക്കുന്നവരാണ് കേരളത്തിലെ കുടുംബി സമുദായം. തൃശൂർ ചെന്തുരുത്തി ഓ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മീനസംക്രാന്തി ദിനത്തിൽ നടക്കുന്ന വ്യത്യസ്തമായ ഈ ആചാരം പൂർവികരുടെ കേരളത്തിലേക്കുള്ള പലായനത്തിന്റെ സ്മരണകൾ കൂടിയാണ്. 5 ദിവസം വരെ നീളും ഈ ആഘോഷം. വഞ്ചിയെടുപ്പ് എന്ന ചടങ്ങോടെ മഞ്ഞക്കുളിയുടെ അവസാന ദിവസം തുടങ്ങും. കരമൂപ്പന്മാർ കൈമാറുന്ന വഞ്ചി മുകളിലേക്ക് എറിഞ്ഞും ഉലച്ചും ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ആഘോഷമായുള്ള വരവേൽപ്പ്. ഹോളി ആഘോഷത്തിന് സമാനമായി പരസ്പരം നിറങ്ങൾ പൂശിയ ഭക്തർ വഞ്ചിയെടുപ്പിന് അകമ്പടി സേവിക്കും. ക്ഷേത്രത്തിന് തൊട്ടു മുമ്പിലുള്ള മൈതാനത്താണ് വഞ്ചി സ്ഥാപിക്കുക. മഞ്ഞളും ചുണ്ടാമ്പും അലിയിച്ച വെള്ളം തോണിയിൽ നിറയ്ക്കുന്നതാണ് പ്രധാനപ്പെട്ട ചടങ്ങ്. മഞ്ഞക്കുളിയിൽ പുരുഷന്മാർ മാത്രമാണ് പങ്കെടുക്കാറുള്ളത്. ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് ഭക്തർ ചടങ്ങിനായി എത്തും. വഞ്ചിക്കരികിൽ കാത്തു നിൽക്കുന്നവർ കൗങ്ങിൻ പാളം അടക്കിയുണ്ടാക്കിയ പാത്രങ്ങൾ കൊണ്ട് അവർക്കുമേലെ മഞ്ഞൾ വെള്ളം കോരിയൊഴിക്കും. ചടങ്ങുകൾ തുടരുമ്പോൾ ചിലർ മോഹാലസ്യപ്പെട്ട് നിലം പതിക്കും. അതുവരെ ചടങ്ങ് തുടരും. തോണിയിൽ ശേഷിച്ച മഞ്ഞൾ മിശ്രിതം വിശ്വാസികൾ പാത്രങ്ങളിൽ ശേഖരിച്ച് വീടുകളിലേക്ക് കൊണ്ടുപോകും. ചടങ്ങിനൊടുവിൽ ആർപ്പുവിളികളോടെ തോണി മറിച്ച് കമിഴ്ത്തുന്നു. ചടങ്ങുകൾ പൂർത്തിയാക്കി ത്രിസന്ധ്യ നേരത്ത് മഞ്ഞൾ കുളിയുടെ സമാപനം.